Hello my dear students, welcome back to Basil's Physics Classroom. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ it is Electrostatics. അപ്പോൾ ഞാൻ Electrostatics എന്ന ചാപ്റ്ററിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. Electrostatics. അപ്പോൾ Electrostatics എന്ന് പറയുമ്പോൾ Electric Charges and Fields എന്ന NCERTയിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ Electrostatics എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വേർഡ്സ് ആണ് ഇൻവോൾവ്. ഒന്ന് ഇലക്ട്രോ, അതുകൊണ്ട് സ്റ്റാറ്റിക്. But electro എന്ന് പറഞ്ഞാൽ it is actually referring to charges and static എന്ന് പറഞ്ഞാൽ it is referring to at rest. But charges at rest അതാണ് നമ്മൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. The charges which are at rest. ഈ charges എവിടെ വേണമെങ്കിലും ആവാം. ഈ charges ഒരു ടേബിളിന്റെ മുകളിലാവാം, ഈ ഡസ്റ്റിന്റെ മുകളിലാവാം, എന്റെ തലയിലാവാം, നിങ്ങളുടെ തലയുടെ മുകളിലാവാം. It can be anywhere. The only thing is the charges are at rest. Okay. പണ്ട് കാലത്ത് after Newton defined the law of gravitation and everything, people thought that the only force around was the gravitational force. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് രണ്ട് പോസിറ്റീവ് ചാർജസിനെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ according to Newton's law of gravitation they should have attracted each other, അല്ലേ? പക്ഷേ instead of attracting ഇവർ രണ്ടുപേരും റിപ്പൽ ചെയ്തു and with a very high force. And one more thing, when a positive charge and a negative charge was brought close to each other, they were attracted പക്ഷേ the force of attraction was found to be far greater than the non-gravitational force. That made the scientists think. And there we coined a term known as electrostatic force, which was the reason for this attraction. But gravitational force നേക്കാളും വളരെയേറെ സ്ട്രോങ് ആയിട്ടുള്ള വളരെയേറെ പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 10⁻38 times or 39 times greater ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് compared to gravitational force. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് is the force of attraction which exists between charges, between charged particles, അല്ലെങ്കിൽ രണ്ട് ചാർജ് ഉള്ള രണ്ട് ബോഡീസ്. അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറയുന്നത് പോലെ we have to learn some unique properties. Okay, അപ്പൊ ആദ്യം തന്നെ ചാർജസ് എന്താണ്? It is actually the inherent property charge എന്ന് പറയുന്നത്. അപ്പൊ ചാർജ് രണ്ട് ടൈപ്സ് ആണുള്ളത്. ഒന്ന് we have positive charge and the other we have a negative charge. And ഓർത്ത് വെക്കേണ്ട ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടി, എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോപ്പർട്ടി തന്നെ, ലൈക്ക് ചാർജസ് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവും അടുത്ത് വന്നാൽ they will repel, and unlike charges attract. But like charges repel ചെയ്യും, unlike charges ആണെങ്കിൽ they will attract. Very important property. The next property, very important property in doing questions, it's about the quantization of charge. എന്താണ് quantization of charge? Quantization of charge എന്ന് വെച്ചാൽ charge on a body is always existing as an integral multiple of the basic charge of an electron or a proton. So plus or minus NE എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ബോഡിയിലുള്ള ചാർജ് Q എന്ന് പറയുന്നത് it is always plus or minus NE, where N is an integer, N ന്റെ വാല്യൂ 1, 2, 3. അപ്പോൾ ഈ ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് എന്താ? ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് it is 1.6 × 10⁻⁻19 Coulomb. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കണം ഇലക്ട്രോണിന്റെയും ഒരു പ്രോട്ടോണിന്റെയും ചാർജ്. പ്രോട്ടോണിന്റെയും ചാർജ് അത് തന്നെയാ, പക്ഷെ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് ആണെങ്കിൽ ഇറ്റ് ഇസ് നെഗറ്റീവ്. സോ നമുക്ക് -1.6 × 10⁻⁻19 Coulomb എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഇവരുടെ മാസും ഓർത്ത് വെക്കണം. നമ്മുടെ പ്രോട്ടോൺ ആണെങ്കിൽ അവന്റെ മാസ് എന്ന് പറയുന്നത് 1.6 × 10⁻27 കിലോഗ്രാം, 1.67 ഉണ്ട് ആക്ച്വലി. അതുപോലെ ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാം. ഇത് 1.6, ഇത് 9.1. ഏതാ കൂടുതല്? ഇതാണോ? അല്ല. Look at the powers. ഏതാ കൂടുതല്? It is a proton. ഈ ഒരു റീസൺ കൊണ്ടാണ്, since the proton is more heavier compared to an electron, നമ്മൾ സൈക്ലോട്രോൺ യൂസ് ചെയ്യുമ്പോൾ we are only using a proton and not an electron, because മാസ് വളരെ സ്മോൾ ആയതുകൊണ്ട് the frequency will be very high and control ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും.
if you're using electrons. Okay, magnetic effects, the moving charges and magnetism video, I mentioned that. If you have not watched it, go and watch that. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രോപ്പർട്ടി ഇവിടെ ഓർത്ത് വെക്കാനുള്ളത് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, the total charge on a body is the algebraic sum of the positive and negative charge present on it. Okay, ഇത്രയുള്ള അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. Now ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് how do you induce a charge into a body? ഒരു ബോഡി ചാർജ് ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ട് 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന്, we can induce a charge by the process of friction. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷനിൽ പറഞ്ഞു അല്ലെ. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ if you rub two bodies there can be a charge induced. ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ സ്കെയിൽ എടുക്കുന്നു, നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചാൽ ശരിക്കും ഒരു സിൽക്ക് ക്ലോത്ത് പോലെ എടുത്ത് ശരിക്കും റബ് ചെയ്യാം. കുറച്ച് പേപ്പർ ബിറ്റ്സ് എടുക്കുക, we will find that the scale attracts the paper bits. എന്തുകൊണ്ടാ? ബിക്കോസ് അപ്പൊ പേപ്പർ വെച്ച് ഒരു കാര്യം ചെയ്യണം, പേപ്പർ വെച്ച് ലൈറ്റ് ഒന്ന് അയൺ ചെയ്യുക. അപ്പൊ ഈ രണ്ട് പ്രോസസ് ചെയ്യുമ്പോഴും what is happening? A charge is getting induced in the bodies. അപ്പൊ ഈ ചാർജ് ഇൻഡ്യൂസ്ഡ് ആകുന്നത് കൊണ്ടാണ് അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ആവുന്നത്. എപ്പോഴും അട്രാക്റ്റീവ് ആവണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി റിപ്പൾസീവ് ഓൾസോ. ഓക്കെ, അപ്പൊ ഒന്ന് ബൈ ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷനിൽ ശരിക്കും ഇത്രയുള്ള ഐഡിയ, നമ്മൾ രണ്ട് ഒബ്ജക്ട്സ് ചേർത്ത് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ജനറേറ്റഡ് ആവും. അപ്പൊ ഹീറ്റ് എനർജി വരുമ്പോൾ ഇലക്ട്രോൺസ് ഗെറ്റ് എക്സൈറ്റഡ് അല്ലെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ ചാർജ് സെപ്പറേഷൻ, ചാർജ് ഒക്കെ ഡെവലപ്ഡ് ആവുന്നത് അവിടെ. റൈറ്റ്. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്, ബൈ കോണ്ടാക്ട്. ഫസ്റ്റ് വൺ ഫ്രിക്ഷൻ ആയിരുന്നു, സെക്കൻഡ് മെത്തേഡ് ബൈ കോണ്ടാക്ട്. ഫസ്റ്റ് മെത്തേഡ് ഞാൻ എഴുതുന്നില്ല, സെക്കൻഡ് മെത്തേഡ് ബൈ കോണ്ടാക്ട് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻസ് വരാം, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ല, ബൈ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. സേ ഫോർ എക്സാമ്പിൾ, ഒരു ബോഡിയുടെ ചാർജ് Q1, മറ്റേ ബോഡിയുടെ ചാർജ് Q2. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്ന്, they are brought in contact with each other, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും ഒരു കണക്ടിംഗ് വയർ യൂസ് ചെയ്ത് കണക്ട് ചെയ്തു, then the connection is broken. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ what happens is, ഇവന്റെ ചാർജ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവന്റെ ചാർജ് will be Q1 plus Q2 by 2. അതുപോലെ ഇവന്റെ ചാർജ് will be again Q1 plus Q2 by 2. അപ്പൊ ഇനീഷ്യലി ഇവന്റെ ചാർജ് ഇല്ലെങ്കിലും he is able to gain some charge by the process of contact. Clear? അപ്പൊ പരീക്ഷ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇനീഷ്യലി they were at a distance r, കോണ്ടാക്ട് ഒന്നുമില്ല, the force F എന്ന് വരും. അതിനെ അവർ കോണ്ടാക്ട് ചെയ്യിപ്പിച്ചു, പിന്നെ സെയിം ഡിസ്റ്റൻസിലേക്ക് again വന്നു, then what is the force എന്ന രീതിയിലുള്ള questions can come for the examination. Clear? Alright. അപ്പൊ by contact എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. And the third method is by induction. Now induction എന്ന് പറയുമ്പോൾ നമ്മള് ഇൻഡ്യൂസ് ചെയ്യാനാണ് പോകുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഒരു സ്പിയർ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ അവിടെ ചാർജ് ഇല്ല എന്നല്ല അർത്ഥം, നെറ്റ് ചാർജ് 0 എന്നാണ് എന്റെ അർത്ഥം. ചാർജ് കാരിയേഴ്സ് ഉണ്ട് അവിടെ. സോ ഇവിടെ പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ് ഉണ്ട്. ഞാനിവിടെ ഒരു റോഡ് കൊണ്ടുവന്നു, ഈ റോഡ് നെഗറ്റീവ്ലി ചാർജ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജിനൊക്കെ കാണുമ്പോൾ ഈ സ്പിയറിനുള്ള പോസിറ്റീവ് ചാർജസ് എല്ലാം അട്രാക്റ്റഡ് ആയിട്ട് ഇവിടെ വന്ന് നിൽക്കും, നെഗറ്റീവ് റിപ്പൽഡ് ആയിട്ട് ഇവിടെ വന്ന് നിൽക്കും. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ എന്ത് ചെയ്യും? വി കൻ ജസ്റ്റ് എർത്ത് ദിസ്. നമുക്ക് ഈ സോളിഡ് സ്പിയർ എന്ന് എർത്ത് ചെയ്യാം. എർത്ത് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് പോസിറ്റീവ് വന്ന് ഇതൊക്കെ എങ്ങനെ ന്യൂട്രലൈസ് ആയി പോകും? നമ്മൾ എർത്ത് കണക്ഷൻ കൊടുക്കുന്നു, കണക്ഷൻ റിമൂവ് ചെയ്യുന്നു, ആൻഡ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദി എർത്ത് ഇവിടെ ആരേ ബാക്കിയുള്ളൂ? ഇവിടെ പോസിറ്റീവ് ചാർജസ് മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, രണ്ട് സ്പിയേഴ്സ് എടുക്കാം നമുക്ക്. They brought in contact. ഇവിടെ ഒരു അഗെയിൻ ഒരു നെഗറ്റീവ് റോഡ്, നെഗറ്റീവോ പോസിറ്റീവോ കേട്ടോ. അപ്പൊ ഈ നെഗറ്റീവിനെ കാണുമ്പോൾ പോസിറ്റീവ് എല്ലാം ഇവിടെ വന്ന് നിന്നു, നെഗറ്റീവ് എല്ലാം ഇവിടെ വന്ന് നിന്നു. ഫൈൻ, വി സെപ്പറേറ്റ് ദിസ്. ഈ രണ്ട് സ്പിയർ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ ഒരു സ്പിയർ പോസിറ്റീവ്ലി ചാർജ്, മറ്റേ സ്പിയർ നെഗറ്റീവ്ലി ചാർജ്. ക്ലിയർ? അപ്പൊ ദാറ്റ് ഈസ് ദ തേർഡ് മെത്തേഡ് ബൈ ഇൻഡക്ഷൻ. അപ്പൊ ഇൻഡക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. There is no actual contact taking place here. Okay. അപ്പൊ നമുക്ക് ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിലേക്ക് തിരിച്ചു വരാം. നമ്മൾ മെത്തേഡ്സ് ഓഫ് ചാർജിങ് പറഞ്ഞു, ചാർജിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. Now electrostatic force, it is actually given by Coulomb's law. Gravitational force നമ്മൾ പഠിച്ചു, given by Newton അല്ലേ? Electrostatic force based on Coulomb's law we can write
Based on Coulomb's law, we can write. See the force between two charges F is equal to K Q1 Q2 by R square. K എന്ന് പറയുമ്പോൾ that is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. And the value for this K 9 into 10 raised to 9. എന്താണ് 9 into 10 raised to 9 ആണ് K ന്റെ വാല്യൂ. ഓർത്ത് വെക്കുക. ഓക്കെ, മിക്ക കേസിലും K നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥകൾ വളരെ ചുരുക്കമാണ്. റൈറ്റ്. Now ഇവിടെ epsilon 0 എന്ന് പറഞ്ഞാൽ we call it as the permittivity. എന്താണ് permittivity എന്നാണ് epsilon 0 നെ വിളിക്കുന്നത്. It is a permittivity. It is a permittivity of free space. ഓക്കെ, ഇനി ഫ്രീ സ്പേസിലല്ല ഈ രണ്ട് ചാർജസും ഇരിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. ഫ്രീ സ്പേസിലല്ല. If it is in a medium, then epsilon 0 ന് പകരം we write epsilon which is equal to epsilon 0 into epsilon r. അവിടെ epsilon r നെ വിളിക്കുന്ന പേര് relative permittivity എന്ന്, and epsilon നെ വിളിക്കുന്ന പേര് permittivity of the medium. Epsilon 0 permittivity of free space, epsilon r relative permittivity, epsilon permittivity of the medium. അപ്പോൾ ഒരു മീഡിയത്തിലാണെങ്കിൽ we have to substitute over there. Okay, അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആണ്. Unlike a gravitational force which is medium independent, electrostatic force of attraction depends on the medium where it is kept. It depends on the charges Q1 Q2, അത് അവിടെ ഉണ്ട്. Depends on the masses. Depends on the distance r between the two charges. R എന്ന് പറയുമ്പോൾ distance between the charge Q1 and Q2. അപ്പോൾ medium dependent ആണ് ഇവിടെ. Gravitational force was medium independent. പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക. Okay. Now distance കൂടുന്തോറും when r increases, the strength of the electrostatic force decreases, obviously. Right? Now Coulomb's law ആണ് ഇപ്പോൾ പറയുന്നത്. I hope this is clear. ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോഴ്സ് എന്നാണ് വിളിച്ചത്. We know that force is a scalar or vector. It is a vector quantity. Force എന്ന് പറയുന്നത് ഒരു vector quantity ആണ്, അല്ലേ? So force is equal to vectorial നമുക്ക് represent ചെയ്യാം. F is equal to K Q1 Q2 vector R divided by R square. Vector R cap എന്നാണ് എഴുതിയത്. R cap എന്ന് പറഞ്ഞാൽ it is a unit vector. And what is a unit vector? Unit vector എന്ന് പറഞ്ഞാൽ the vector divided by its magnitude, അല്ലേ? So magnitude താഴെ വരും, അപ്പോൾ R square into R വരും. That will be R cube. അപ്പോൾ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് K Q1 Q2 by R cube. ഇനി അട്രാക്റ്റീവ് ആണെന്ന് കാണിക്കാൻ ഒരു മൈനസ് സൈൻ ഇടാം. ബട്ട് ഇത് എപ്പോഴും അട്രാക്റ്റീവ് ആണോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വാസ് ഓൾവേസ് അട്രാക്റ്റീവ്, അല്ലേ? ഇവിടെ ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൾസീവ് ആണ്, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ മാത്രം അട്രാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് യു ഹാവ് ടു റിമെമ്പർ. റൈറ്റ്. ഇനി മറ്റൊരു കാര്യം, സപ്പോസ് ഐ ഹാവ് എ ചാർജ് Q ഹിയർ. ഇവിടെ ഒരു ചാർജ് Q1, ഇവിടെ ഒരു ചാർജ് Q2, ഇവിടെ ഒരു ചാർജ് Q3. The force experienced by the charge Q, ഈ ഡിസ്റ്റൻസ് നമുക്ക് R1 എന്ന് വിളിക്കാം, നമുക്ക് R2 എന്ന് വിളിക്കാം, and this is R3. The force experienced by the charge Q will be equal to the net force exerted by Q1 on Q, Q2 on Q, and Q3 on Q. So നമുക്ക് FQ ഇങ്ങനെ എഴുതാം. Force felt by Q will be 1 by 4 pi epsilon 0 Q. പുറത്തേക്ക് എടുത്തു, കോമൺ എടുത്തു. Within brackets you have Q1 vector R by R cube plus Q2 vector R2 divided by R cube, right? But this is R1 cube and this is R2 cube. കഴിഞ്ഞോ? ഇല്ല. Plus Q3 vector R3 divided by R3 cube. Clear? അതായത് നമ്മളൊരു ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ we have to make use of superposition principle there. പക്ഷേ നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ പറഞ്ഞതുപോലെ തന്നെ the force between Q and Q1 is independent of the presence of other charges. The force between Q and Q2 is independent of the presence of other charges.
but the force felt by Q depends on all the charges around it. And we can apply superposition principle. Add up here, that's it. And attractive anengil minus sign edukka. We can use superposition principle to find the corresponding result. The force experienced by Q. Clear? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് Coulomb's law റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. And force നമുക്ക് അറിയാം, unit is Newton. No change. And what is the unit of this charge? Charge unit Coulomb. C വെച്ചാണ് നമ്മൾ represent ചെയ്യുന്നത്. Coulomb ആണ് chargeന്റെ unit. Okay. So let's move on to the next one now. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത്, it is the next topic, and that is about electric field. Electric field. I hope you remember what I told you about gravitational field, right? Electric field എന്ന് പറയുമ്പോൾ gravitational field എന്ന് പറഞ്ഞതുപോലെ it is a region around a charge where its effect can be felt. എന്താ electric field എന്ന് പറഞ്ഞാൽ? It is a region around a charge where its effect can be felt. അപ്പോൾ electric field നമുക്ക് represent ചെയ്യണമെങ്കിൽ, electric field or electric field strength represent ചെയ്യണമെങ്കിൽ we have electric field lines. Okay? അപ്പോൾ electric field lines എന്താന്ന് പറഞ്ഞിട്ട് തിരിച്ചു നമുക്ക് വരാം. Electric field lines അല്ലെങ്കിൽ നമ്മൾ we also call it as electric lines of force എന്ന് വിളിക്കാറുണ്ട്. Electric field lines അല്ലെങ്കിൽ electric lines of force. Okay. ഒന്ന് പ്രോപ്പർട്ടീസ് ഇവിടെ ഓർത്ത് വെക്കണം electric field lines കുറിച്ച്. ഒന്ന്, it starts from a positive charge and ends in a negative charge. ഒരു പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും നമ്മുടെ electric field lines. Okay. So നമുക്ക് പ്ലസ് ക്യൂ ഇവിടെ ഉണ്ടെങ്കിൽ it starts from a positive charge, ends in a negative charge. Starts from a positive charge, ends in a negative charge. ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, when it is starting from a positive charge, the electric field lines will be perpendicular to the charge. അതുപോലെ when it is terminating in the negative charge, it will be again perpendicular. രണ്ടാമത്തെ property, it is perpendicular at the point of origin or when it is terminating there. Next property, the electric field lines will never intersect. എന്തില്ല? Electric field lines will never intersect. ഒരിക്കലും electric field lines intersect ചെയ്യില്ല. And what is the reason for that? Magnetic field lines പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അത് കാണാത്തവരെ പോയി കാണണം. Magnetic field lines ഞാൻ പറഞ്ഞു, two magnetic field lines intersect ചെയ്താൽ that point, at that point ഒരു പ്ലസ് ക്യൂ വരയ്ക്കാം, ഒരു മൈനസ് 2q വരയ്ക്കാം, ഇങ്ങനെ start from positive ending in negative. അപ്പോൾ ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവൽ നോക്കിയാൽ this will be perpendicular. Okay. So ഇങ്ങനെയാണ് field lines പോകുന്നത്. ഈ field lines ഇവിടെ intersect ചെയ്താൽ എന്താണ് പ്രശ്നം? Intersect ചെയ്താൽ അതിന്റെ അർത്ഥം, remember that the direction of electric field intensity അല്ലെങ്കിൽ electric field strength is given by the tangent drawn at a point on the electric field lines. അപ്പോൾ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ ടാൻജന്റിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടാകും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണെന്ന് അറിയും? It is defined as the direction in which a unit positive charge tend to move or move if it is free to do so. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അവൻ ഫ്രീ ആണെങ്കിൽ അവൻ മൂവ് ചെയ്യുന്ന ഡയറക്ഷനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ രണ്ടുപേര് ഇന്റർസെക്ട് ചെയ്താൽ ആ പോയിന്റിലിരിക്കുന്ന ഇലക്ട്രിക് യൂണിറ്റ് ചാർജ് അറ്റ് ദ സെയിം ടൈം രണ്ട് ഡയറക്ഷനിലേക്ക് പോകണം. അത് പോസിബിൾ ആണോ? അല്ല. Since that is not possible, we cannot say they are intersecting എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല, because that is not possible. Clear? So, two electric field lines cannot intersect each other. Clear? And the next property, the points where the electric field lines are close to each other. Say for example, നമുക്ക് ഇവിടെ ഒരു point P പറയാം, ഇവിടെ ഒരു point Q പറയാം. If the electric field lines are closely packed together in a region, അവിടെയുള്ള electric field strength എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. And if in a region, if they are far apart, അവിടെയുള്ള electric field strength കുറവായിരിക്കും. ഓർത്തു വെക്കുക. Okay? So that is another important thing we have to remember. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. Starting from positive, ending in a negative. Intersect ചെയ്യോ? ചെയ്യില്ല. Do not intersect. Okay? Now, രണ്ടാമത്,
അവര് starting അല്ലെങ്കിൽ ending point they will be perpendicular. Next point, എവിടെയാണോ clustered together, the field will be very high. And മറ്റേ point if they are far apart, field is less. Okay, and one more thing worth remembering there is about the electric flux. Now electric flux നമ്മൾ define ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? Electric flux is defined like this. Electric flux is the dot product of is the dot product of E dot ds. But E dot ds എന്ന് പറയുമ്പോൾ electric field dot ds എന്ന് പറഞ്ഞ ഏരിയ element. അപ്പോൾ ഇങ്ങനെ നമുക്ക് electric flux നെ define ചെയ്യാം. The number of electric field lines passing normal to a cross sectional area. Number of electric field lines passing normal to a cross sectional area. അതിനെയാണ് നമ്മൾ electric flux എന്ന് പറയുന്നത്. Okay, so I hope this much is clear for you, right? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ electric fieldന് ഒരു value പറയണം. So what is the value for the electric field? Electric field E is equal to F by Q. F by Q നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് വെച്ച് സ്പെസിഫൈ ചെയ്യാം. ലിമിറ്റ് Q tends to 0. ഒരു ചെറിയ ചാർജ് ആണ്, യൂണിറ്റ് ചാർജ് അല്ലേ? സോ നമുക്ക് ഇങ്ങനെ എഴുതാം, E is equal to ഫോഴ്സ് അറിയാം Coulomb's law വെച്ച് KQ അല്ലെങ്കിൽ KQ1 Q2 by R square or electrostatics or നമുക്ക് ഇങ്ങനെ എഴുതാം E is equal to KQ by R square, which means the electric field lines depends only on the source charge. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഡിപെൻഡ് ചെയ്യുന്ന ഒരു ചാർജ് Q ഉണ്ടെങ്കിൽ ഇവന്റെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡിസൈഡ് ചെയ്യുന്നത് ഇവരാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ചൂസ് ചെയ്യാനുള്ള കാരണം യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ല നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ചാർജും ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അവരെ ഇന്ററാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒന്നും പ്രോപ്പർലി പറയാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ KQ by R square if it is a point charge. Clear? Okay. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് it is electric potential. അടുത്തത് electric potential. Electric potential എന്ന് പറഞ്ഞാൽ similar to gravitational potential. Here, this is a work done in bringing a unit charge from infinity to a point. എന്താണ്? Work done in bringing a unit charge from infinity to a point given by V is equal to KQ by R. KQ by R. അതാണ് നമ്മുടെ electric potential. Okay. Now അതുപോലെ നമുക്ക് electric potential എനർജിയും ഡിഫൈൻ ചെയ്യാം. Electric potential energy എന്ന് പറയുമ്പോൾ that is a work done in bringing a charge Q from infinity to a point. Potential എന്തായിരുന്നു? Work done in bringing a unit charge from infinity. ഇവിടെ work done in bringing a charge Q from infinity to a point. അപ്പൊ ഇങ്ങനെ എഴുതാം V is equal to KQ or a Q1 charge by R. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താന്ന് പറഞ്ഞു, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്താന്ന് പറഞ്ഞു. ഒരു കാര്യം, ഈ ഇക്വേഷൻ ഉണ്ടല്ലോ E is equal to F by Q. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ട്. നമുക്ക് ലോസ് ഓഫ് മോഷനിലായിട്ട് ലിങ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ഇവിടെ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. E is equal to F by Q. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡിഫറെന്റ് ഷേപ്സ് ഉള്ള ഒബ്ജക്ട്സിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂസ് കാണാം. ഓക്കെ, ആദ്യമായിട്ട് the electric field and potential due to a charged spherical shell നമുക്ക് ആദ്യം എടുക്കാം. അപ്പൊ ആദ്യം ഒരു ഷെല്ലാണ് നമ്മൾ എടുക്കുന്നത്, അനലൈസ് ചെയ്യാൻ. റൈറ്റ്, ഒരു ഷെൽ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തത്. അതുപോലെ തന്നെ 3 പോയിന്റ്സിലാണ് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന് R is greater than capital R. അപ്പൊ സ്മോൾ r എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഷെൽ എങ്കിൽ it is a point outside or it is a point at a distance R from the center. അതിനെയാണ് നമ്മൾ R ഒരു പോയിന്റ് P ആണ് ഡിഫൈൻ ചെയ്യുന്നത് അവിടെ at a distance R from the center. അപ്പൊ if it is R is greater than R ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് എന്ന് നമുക്ക് അറിയണം അല്ലെ. If R is greater than R, നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല, കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അവിടെ പറഞ്ഞതുപോലെ തന്നെ ഫീൽഡിന്റെ ഇക്വേഷൻ will be, it will behave like a point mass. Outside it behaves like a point mass. ഷെൽ ആണെങ്കിലും ശരി, സോളിഡ് സ്ഫിയർ ആണെങ്കിലും ശരി, it is the same. It behaves like a point mass. Okay, അപ്പൊ ഷെൽ ആണെങ്കിലും സോളിഡ് കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിലും these conditions hold. അപ്പൊ ഷെൽ ആണെങ്കിലും സോളിഡ്
കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിലും these conditions are valid. അപ്പൊ നിങ്ങൾ ആലോചിക്കാം, സോളിഡ് അല്ലേ വ്യത്യാസം വരണ്ടേ? വ്യത്യാസം വരത്തില്ല. You know why? Because the charge will be concentrated on the surface of the shell. ഇപ്പൊ ഷെൽ ആണെങ്കിലും ശരി, സോളിഡ് കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിലും ചാർജ് വിൽ ബി കോൺസെൻട്രേറ്റഡ് ഓൺ ദി സർഫസ്. അതുകൊണ്ട് ഓർത്ത് വെക്കുക, ഷെൽ ആയാലും സോളിഡ് കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിലും കണ്ടീഷൻസ് ആർ ദ സെയിം. ഓക്കെ, അപ്പോ ആദ്യം ഫീൽഡിന്റെ ഇക്വേഷൻ, ഫീൽഡ് വിൽ ബി kq by r square. പൊട്ടൻഷ്യൽ വിൽ ബി, എന്താണ് പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ വിൽ ബി kq by r. ഓക്കെ, now അതുപോലെ if r is equal to r, സർഫസിലാണ്, അപ്പോ ഫീൽഡ് വിൽ ബി kq by r square. പൊട്ടൻഷ്യൽ വിൽ ബി kq by capital R. And if r is less than r, if r is less than r, gravitational field, I think you remember. അതുപോലെ if r is less than r, the electric field will be 0. അപ്പൊ inside a shell or a solid conducting sphere, the electric field is what? 0. Okay, ഇനി potential ആണെങ്കിലോ, potential again constant ആണ്, kq by r, no change. Okay, അപ്പൊ കമ്പയർ ചെയ്ത് പഠിക്കണം, ഈ രണ്ട് ടേംസ് കമ്പയർ ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി. സോ പ്ലീസ് ഡു റിമെമ്പർ ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഷെല്ലിനെ കുറിച്ച് അല്ലെങ്കിൽ സോളിഡ് കണ്ടക്ടിങ് സ്പിയറിനെ കുറിച്ചാണ്. ഇനി ഇതല്ല കണ്ടീഷൻ, ഈ കണ്ടീഷൻ ഒന്ന് മാറ്റി എഴുതാം. ഒരു നോൺ കണ്ടക്ടിങ് ആണെങ്കിൽ, നോൺ കണ്ടക്ടിങ് സോളിഡ് സ്പിയർ, അവിടെ കണ്ടീഷൻ മാറി. അവിടെ കാരണം ചാർജ് പാർട്ടിക്കിൾസിന് ഈ കേസിൽ ഇറ്റ് കൻ ആക്ച്വലി ലൈ ഈവൻ ഇൻ ദ ഇൻസൈഡ് ഓഫ് ദി കണ്ടക്ടർ. ഇപ്പൊ നോൺ കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിൽ കണ്ടീഷൻസും വാല്യൂസും ഒന്ന് മാറും ഇവിടെ. അപ്പൊ നമുക്ക് ഇതൊന്ന് റബ് ചെയ്യാം, ഇതൊന്ന് റബ് ചെയ്യാം. ഓക്കെ, അപ്പൊ if r is greater than r, again it behaves like a point mass. അപ്പൊ kq by r തന്നെ മാറ്റമില്ല, kq by r square. അതുപോലെ പൊട്ടൻഷ്യൽ ആണെങ്കിൽ kq by r മാറ്റമുണ്ടോ? ഇല്ല. സർഫസിലാണെങ്കിലും no change, it is kq by r square, capital R square again. And here it will be kq by r, again no change. Inside ആണ് മാറുന്നത്. In case of a non-conducting sphere, the inside, the the electric field will be k qr divided by r cube. എന്താണ് ഫീൽഡ്? kqr divided by r cube. അതുപോലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഇത് ഓർത്ത് വെക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. kq by 2r ബ്രാക്കറ്റില് 3 minus r square by capital R square. എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? എവിടെയാ? നമ്മള് ഗ്രാവിറ്റേഷന്റെ പറഞ്ഞ അതേ ഇക്വേഷൻ, നോ ചേഞ്ച്. ചേഞ്ച് എന്താ? കോൺസ്റ്റന്റ്. അത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ അവിടെ ആ ഇക്വേഷൻസ് കണ്ടീഷൻസും പഠിച്ചാൽ അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഓൺലി എ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റന്റ് കംസ് ഓവർ ദയർ. ഓക്കെ, ചില ബുക്കുകളിലൊക്കെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഇക്വേഷൻ ഒക്കെ കാണാം. സംഭവം ഇത് തന്നെയാണ്. അപ്പൊ രണ്ടും കോൺസ്റ്റന്റ് മാറി എന്ന് എഴുതിയാൽ രണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ആവും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇതാണ് ഒരു നോൺ കണ്ടക്ടിങ് സ്പിയറിന്റെ കേസ്. ഓക്കെ, അടുത്തത് ഫോർ എ റിംഗ്, വാട്ട് ഡസ് ഇറ്റ് യൂസ്? അടുത്തത് വി ഹാവ് എ ചാർജ് സർക്കുലർ റിംഗ്. ചാർജ് സർക്കുലർ റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ റിംഗ് എടുത്തു, റേഡിയസ് ക്യാപിറ്റൽ ആണ്. അപ്പോ ഈ റിംഗിൽ നിന്ന് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, ഒരു പോയിന്റ് പി നമ്മൾ ഡിഫൈൻ ചെയ്തു, എക്സ് ഡിസ്റ്റൻസിലുള്ളത്. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ ഇക്വേഷൻ കറസ്പോണ്ടിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് kqx by x square plus r square the whole raised to 3/2. ഓക്കെ, അതുപോലെ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? kx by root of x square plus r square. ഇവിടെ നിങ്ങൾ ചേർന്ന് ഓർത്തിരിക്കേണ്ട ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സ്പിയർ പറഞ്ഞതുപോലെ, ഹോളോ സ്പിയറും അതുപോലെ സോളിഡ് സ്പിയർ പറഞ്ഞതുപോലെ, അറ്റ് എ പോയിന്റ് ഫാർ അവേ ഫ്രം ദ റിംഗ്, ഈ റിംഗും ഒരു പോയിന്റ് മാസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ എക്സ് ഇസ് വെരി ലാർജ് കമ്പയർ ടു ആർ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? kq by ഇവിടെ r നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും അല്ലെ? r നെഗ്ലക്ട് ചെയ്യുമ്പോൾ സ്ക്വയർ പോയി kq by x square എന്ന് വരും. അതുപോലെ ഇവിടെ kq by x എന്ന് വരും. അപ്പോ ഇൻ ജനറൽ നമുക്കൊരു ലാർജ് ഡിസ്റ്റൻസ് എവേ ആണെങ്കിൽ ഇതും ഒരു പോയിന്റ് മാസ് പോലെ ആക്ട് ചെയ്യും, എന്ത്? നമ്മുടെ റിംഗും. ഓക്കെ, ഇനി അടുത്തത് an infinite thin plane sheet of charge. അപ്പൊ ആദ്യം പറയുന്ന ഷീറ്റ് അത് നോൺ കണ്ടക്ടിങ് ഷീറ്റ് ആണ്. അപ്പൊ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഷീറ്റിന്റെ മുകളിൽ.
and the electric field is given by sigma by 2 epsilon 0. Okay, അപ്പോൾ epsilon 0 അറിയാം permittivity. സിഗ്മ എന്ന് വെച്ചാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ഇതിന്റെ ഏരിയ എ ആണെങ്കിൽ സിഗ്മ ഇസ് ആക്ച്വലി ഈക്വൽ ടു ക്യൂ ബൈ എ എന്നാണ് നമ്മൾ സിഗ്മ പറയുന്നത്. ഓക്കെ, നൗ അവിടെ പൊട്ടൻഷ്യൽ പറഞ്ഞിട്ടുണ്ട് മൈനസ് സിഗ്മ ആർ ബൈ 2 epsilon 0 പ്ലസ് സി ഒരു കോൺസ്റ്റന്റ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങളപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി, പൊട്ടൻഷ്യൽ ഓർത്ത് വെക്കണം എന്ന് നിർബന്ധമില്ല. ഇനി ചാർജ് കണ്ടക്ടിങ് ഷീറ്റ് ആണെങ്കിലോ, ആദ്യം നമ്മൾ നോൺ കണ്ടക്ടിങ് ഷീറ്റ് എടുത്തത്. അപ്പൊ ചാർജ് കണ്ടക്ടിങ് ഷീറ്റ് ആണെങ്കിലോ ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മൈനസ് സിഗ്മ ആർ ബൈ എപ്സിലോൺ 0 പ്ലസ് സി ആണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് it is the electric field and the potential of a charge conducting wire. അപ്പോൾ ഇത് കണ്ടക്ടിങ് വയർ ആണ്. ലെങ്ത് എല്ലാണ്, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണ്. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഈ പോയിന്റ് പി വരുമ്പോൾ ആംഗിൾ ബീറ്റ, ആംഗിൾ ആൽഫ ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റ് പിയില് രണ്ട് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് വരും. ഒന്ന് ഇ എക്സ് ഉണ്ടാവും, ഇ വൈ ഉണ്ടാവും. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിന് താഴെ കുറെ കേസസ് വരും, പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ ഈ മൂന്ന് ഇക്വേഷൻസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് ഇ എക്സ് എന്ന് പറഞ്ഞാൽ കെ ലാംഡ ബൈ ആർ സൈൻ ആൽഫ പ്ലസ് സൈൻ ബീറ്റ. അതുപോലെ ഈ വൈ എന്ന് പറയുന്നത് കെ ലാംഡ ബൈ ആർ കോസ് ബീറ്റ മൈനസ് കോസ് ആൽഫ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ഓർത്ത് വെച്ചാൽ നമുക്കവിടെ നെറ്റ് ഫീൽഡ് ഇ എന്താണെന്ന് പറയാം. ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ എക്സ് സ്ക്വയർ പ്ലസ് ഇ വൈ സ്ക്വയർ ആണ്. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് പറയാം. അതുപോലെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ലാംഡ ബൈ 2 ബൈ എപ്സിലോൺ 0 log to the base e root of r square plus l square minus l root of r square plus l square plus l. Okay, അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഓർത്ത് വെച്ചാൽ തന്നെ we will get the answer for the question. Is it clear? Okay, അടുത്തതായിട്ട് on the board we have a charge diskന്റെ കണ്ടീഷൻസ് നോക്കാം. അപ്പൊ ചാർജ് ഡിസ്കിന്റെ ഗെയിം ഇതാണ്. നമ്മുടെ ഡിസ്ക് റേഡിയസ് ആർ ആണ്, ഡിസ്റ്റൻസ് എക്സിൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടീഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ പഠിച്ചിട്ടില്ലെങ്കിൽ പ്ലീസ് കമ്പയർ ബോത്ത് ആൻഡ് ലേൺ, കേട്ടോ. അപ്പൊ നമുക്ക് സിഗ്മ എന്ന് വെച്ചാൽ ക്യൂ ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടെയുള്ള റിലേഷൻ ആയിട്ട് വളരെയേറെ ബന്ധം കിട്ടും. എക്സ്ട്രാ ഒരു കോൺസ്റ്റന്റിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ E is equal to sigma by 2 epsilon 0 1 minus x by root of x square plus r square. അപ്പൊ എക്സ് എന്ന് വെച്ചാൽ ഈ പോയിന്റ് പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ എക്സ് എന്ന് പറഞ്ഞാൽ. സിഗ്മ നേരത്തെ പറഞ്ഞതുപോലെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് ക്യൂ ബൈ എ. ഇനി അതുപോലെ വി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 epsilon 0 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി അതുപോലെ ഹെമിസ്ഫിയർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഹെമിസ്ഫെരിക്കൽ ഒബ്ജക്റ്റ് ആണ്, ഫുൾ യൂണിഫോംലി ചാർജ്ഡ് ആണ് കേട്ടോ. ഇതും യൂണിഫോംലി ചാർജ്ഡ് ആണ്, ഇതും യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഓക്കെ, അപ്പൊ സെന്റർ ഓ, ഇവിടെ ഓ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? സെന്റർ ഓയിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ 4 epsilon 0 ആണ്. അതുപോലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സിഗ്മ ആർ ബൈ 2 epsilon 0 ആണ്. ഓക്കെ, ഇനി രണ്ട് തിൻ ഷീറ്റ്സ് നമ്മൾ എടുക്കുന്നു ഇവിടെ. ഈ രണ്ട് തിൻ ഷീറ്റ്സ് എടുക്കുമ്പോൾ എന്താ കണ്ടീഷൻ വരുന്നത്? 3 പോയിന്റ്സിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് ഇവിടെ പി, ക്യൂ ആൻഡ് ആർ. നമ്മൾ ഈ പോയിന്റ് പി എടുക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ചാർജ് ഓർ നെഗറ്റീവ് ചാർജ് ഇഫ് യു ഹാവ്, നമുക്ക് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാ വരുന്നതെന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലെ. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നാണെങ്കിൽ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം എ പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ്, അതുപോലെ ഇതിന്റെ പോസിറ്റീവ് ഇങ്ങോട്ട്. അതുകൊണ്ടാണ് രണ്ട് ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത്. സെയിം ഡയറക്ഷൻ ആണ്, പക്ഷെ നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് സിഗ്മ എ പ്ലസ് സിഗ്മ ബി ബൈ 2 epsilon 0. ഇപ്പൊ സിഗ്മ എ ഈക്വൽ ടു സിഗ്മ ബി ആണെങ്കിലോ, സിഗ്മ എ ഈക്വൽ ടു സിഗ്മ ബി ആണെങ്കിൽ അത് മാറും ഇല്ലേ? സോ ദ കണ്ടീഷൻ വിൽ ബി ഡിഫറെന്റ്. ക്ലിയർ? അപ്പൊ പോയിന്റ് ക്യൂയിലോ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഈ പോസിറ്റീവ് ചാർജ് ഇത് ഇങ്ങോട്ട് വരുന്നു അല്ലെ. അപ്പൊ രണ്ട് പോസിറ്റീവ് ആണ്, റിമെമ്പർ ദാറ്റ്. അപ്പൊ രണ്ട് പോസിറ്റീവ് വന്നാൽ സിഗ്മ എ മൈനസ് സിഗ്മ ബി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ബൈ 2 epsilon 0. ഇനി ഇതേ സമയം നമ്മൾ കപ്പാസിറ്റർ ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞുതരാം, ഈ രണ്ട് പ്ലേറ്റ്സ് ഒരെണ്ണം പോസിറ്റീവ് മറ്റേത് നെഗറ്റീവ് ആണെങ്കിൽ ഈ നടുക്ക് മാത്രമേ ഈ ഫീൽഡ് ഉണ്ടാവുള്ളൂ അവിടെ. ഓക്കെ, ഇനി ഈ ആർ പോയിന്റ് എടുക്കുമ്പോഴോ, ഈ ആർ പോയിന്റ് എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് രണ്ടും പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവന്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവന്റെയും പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് സെയിം ഡയറക്ഷൻ ആരോ വരുന്നത്. അപ്പൊ സിഗ്മ എ പ്ലസ് സിഗ്മ ബി ബൈ 2 epsilon 0. അപ്പൊ ഇവിടെ നമുക്ക് സിഗ്മ എ ഈക്വൽ ടു സിഗ്മ ബി ആണെങ്കിൽ കറസ്പോണ്ടിങ് കണ്ടീഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. Okay, I hope that point is clear. So we saw what is the value for the electric field and the potential
for a lot of different shaped objects right now. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്, ആൻഡ് ദാറ്റ് ഇസ് അബൌട്ട് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ, ഞാൻ മാഗ്നറ്റിക് ഡൈപോൾ നിങ്ങൾ പഠിപ്പിച്ചു, മാഗ്നറ്റിസം പഠിച്ചിട്ടു അല്ലെ? മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ ഇലക്ട്രിക് മാഗ്നറ്റിക് ഡൈപോൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർത്ത് വെക്കേണ്ടത് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ 2L എന്ന് എടുക്കും, ഹാഫ് ആക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടി. So two equal and opposite charges separated by a distance constitute an electric dipole. And നമ്മൾ അതിനെയാണ് dipole moment എന്നൊരു വാല്യൂ ഇവിടെ ഡിഫൈൻ ചെയ്യും, P വെച്ച് റെപ്രസെന്റ് ചെയ്യും. It is a vector quantity Q into 2L. So electric dipole moment എന്ന് പറയുന്നത് it is the product of one of the charge into the distance between them. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Electric dipole moment P എന്ന് പറയുന്നത്. ഇതിന്റെ ഡയറക്ഷൻ ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ? സ്റ്റാർട്ട്സ് ഫ്രം എ പോസിറ്റീവ് എൻഡ്സ് ഇൻ എ നെഗറ്റീവ് അല്ലെ? ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ്, ഫ്രം മൈനസ് ചാർജ് ടു ദി പ്ലസ് ചാർജ് ആണ് ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ. അപ്പൊ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവന്റെ യൂണിറ്റ് എന്തായിരിക്കും? അപ്പോ ചാർജ് Q, ചാർജിന്റെ Q, അതിന്റെ യൂണിറ്റ് എന്താ? C ആണ് അല്ലെ? സോ Coulomb meter will be the unit for that. Okay. അപ്പൊ ഇലക്ട്രിക് ഡൈപോളിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ 2 പോയിന്റ്സിലുള്ള ഫീൽഡും പൊട്ടൻഷ്യലും ഡിഫൈൻ ചെയ്യണം ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ. ഓക്കെ, ഒന്നാമത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ് പറയുന്നത്. അപ്പൊ ഒരു ഡൈപോളിന്റെ ഡൈപോൾ -Q + Q is our dipole. ഇവന്റെ ഒരു ആക്സിയൽ പൊസിഷൻ, ആക്സിയൽ നിങ്ങൾക്ക് അറിയാം അറിയാം അല്ലെ? ആക്സിയൽ എന്ന് വെച്ചാൽ അതിന് മറ്റൊരു പേര് പറയുന്നത് എന്താ? അത് end on പൊസിഷൻ എന്ന് പറയും ആക്സിയലിന്. അപ്പൊ ആക്സിയൽ പൊസിഷൻ along the axis of the dipole ഒരു പോയിന്റ് P ആണുള്ളതെങ്കിൽ ഇവിടത്തെ ഡൈപോൾ മൊമെന്റ് P ബേസ് ചെയ്ത് how do you write the equation? ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ എഴുതും? E is equal to K. K is 1/4πε0. Okay, K P, actually 2P R divided by R square minus L square the whole square. അപ്പൊ L എന്ന് പറഞ്ഞാൽ ഇത് പാതി ഡിസ്റ്റൻസ് ആണ് L അല്ലെ? R എന്ന് പറയുന്നത് ഈ സെന്റർ മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ R എന്ന് പറയുന്നത്. ചിലപ്പോൾ പറയും ഇറ്റ്സ് എ ഷോർട്ട് ഡൈപോൾ. ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, R is very large compared to L, അല്ലെങ്കിൽ L is negligible compared to R. അപ്പൊ L നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ ഇത് R/4 എന്ന് വരും. Or this will be E is equal to K 2P by R cube. Along the axial for a short dipole, this is equation. In general, this is the equation. Okay. ഇനി axial അല്ല ചോദിക്കുന്നത് ബ്രോഡ് സൈഡ് പൊസിഷൻ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പൊസിഷൻ ആണെങ്കിൽ, ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ എവിടെയാ? over here, right? This is -Q, this is our +Q. ഇവിടെയാണ് ഇക്വറ്റോറിയൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വറ്റോറിയൽ പൊസിഷൻ അല്ലെങ്കിൽ ബ്രോഡ് സൈഡ് പൊസിഷനിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് എന്താ? E equatorial is equal to K P by R square plus L square the whole raised to 3/2. ഇനി ഇതുപോലെ ഷോർട്ട് ഡൈപോൾ ആണെങ്കിലോ the equation will be K P by R cube. അവിടെയും L is very small compared to R. L neglect ചെയ്യുന്നു. We are getting the equation axial and equatorial. Now ഇത് രണ്ടും മറന്നുപോയാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരൊറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ ഈ 2 കണ്ടീഷൻസും കിട്ടും. And that is the electric field at any point due to a dipole. ഒരു പോയിന്റ് തീറ്റ ആംഗിൾ ഉള്ള ഒരു പോയിന്റ് P, ഇത് -Q, ഇത് +Q. അപ്പൊ എനി ആംഗിൾ അല്ലെങ്കിൽ എനി പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ എന്ന് പറയുന്നത് E is equal to K P by R cube. കഴിഞ്ഞില്ല, root of 1 + 3 cos square theta. 1 + 3 cos square theta. അപ്പൊ ഇവിടെ ആക്സിയൽ ആണെങ്കിൽ തീറ്റ എന്താ? 0 വരും. അപ്പൊ cos 0 is 1. 1 + 3 4, √2 പുറത്തേക്ക് വന്നു. സോ K into 2P by R cube. അതുപോലെ equatorial ആണെങ്കിൽ തീറ്റ 90 ആയിരിക്കും. And you can write KP by R cube. Okay, but that is the condition for the electric field due to a dipole. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് മാത്രം പഠിച്ചാൽ പോരാ, ഇലക്ട്രിക് പൊട്ടൻഷ്യലും പഠിക്കണം വേണ്ടേ? സോ ജസ്റ്റ് മൂവ് ഓൺ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ.
പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർത്ത് വെക്കാം ജനറൽ ഇക്വേഷൻ ഓർത്ത് വെക്കാം. അപ്പൊ ബാക്കി എളുപ്പമാണല്ലോ. അപ്പൊ മൈനസ് ക്യൂ പ്ലസ് ക്യൂ അറ്റ് എനി പോയിന്റ് അറ്റ് an angle തീറ്റ ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ. And the potential is given by V is equal to Kp cos theta by R square minus A square cos square theta. V is equal to Kp cos theta divided by R square minus A square cos square theta. അതായത് ഇപ്പൊ നമ്മളോട് ഇക്വറ്റോറിയൽ ആണ് ചോദിക്കുന്നത് വിചാരിച്ചു ഇവിടെ. അപ്പൊ ഇക്വറ്റോറിയൽ ഇവിടെ വരും അല്ലെ. അപ്പൊ തീറ്റ എന്ത് വരും? 90 ഡിഗ്രി. അപ്പൊ V ഇക്വറ്റോറിയൽ എന്ത് വരും? Kp cos theta, theta 90. അപ്പൊ 0 ഒന്നും എഴുതണ്ട. ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുപോലെ V ആക്സിയൽ ആണ് ചോദിക്കുന്നതെങ്കിലോ ഇവിടെ വരും. അപ്പൊ തീറ്റ എന്താ? 0. cos 0 1. ഇവിടെ cos 0 1. If it is a short dipole, നമുക്ക് ഇങ്ങനെ എഴുതാം Kp by R square. ഷോർട്ട് ഡൈപോൾ എന്ന് പറയുമ്പോൾ ഈ A എന്താ A എന്ന് പറഞ്ഞ A is actually this distance. അപ്പൊ അവിടെ L എന്ന് എഴുതിയാലും മതി. ഓക്കെ, A എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ആണ്. അവിടെ L എന്ന് എഴുതിയാലും absolutely fine. ഓക്കെ, സോ നമുക്ക് ആക്സിയലും കിട്ടി, ഇക്വറ്റോറിയലും കിട്ടി, ദ പൊട്ടൻഷ്യൽ. അപ്പൊ ജനറലി ഈ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത് A അല്ലെങ്കിൽ L കേട്ടോ, നോ പ്രോബ്ലം there. So standard expression ഓർത്ത് വെക്കുക. So that is the electric field and the potential due to a dipole. Okay, അടുത്ത നമ്മൾ പോകുന്നത് torque experienced by a dipole kept in an electric field. Now torque എന്ന് പറഞ്ഞാൽ എന്താണ്? It is actually the rotational analogous of force അല്ലെ. അപ്പൊ torque നമ്മൾ ജനറൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? It is a vector quantity represented by R cross F. Torque is equal to R cross F. Okay, അപ്പൊ ടോർക്ക് എന്താണെന്ന് എഴുതി. അപ്പൊ സപ്പോസ് ഐ എം പ്ലേസിംഗ് a dipole in a uniform electric field minus q plus q. ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കൊണ്ടുവച്ചാൽ this dipole will be experiencing a torque and that torque is given by torque is equal to P cross E. കാരണം ഇവിടെ ഒരു അൺബാലൻസ് ഫോഴ്സ് വരും. ഒരു ഡയറക്ഷൻ, ഇപ്പൊ സപ്പോസ് ആംഗിൾ ആണ് വെച്ചിരിക്കുന്നത് വിചാരിച്ചോളൂ, ഒരെണ്ണം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. F is equal to QE അല്ലെ. This force will tend to rotate this dipole in the electric field. Therefore we can say that torque is equal to P cross E അല്ലെങ്കിൽ നമുക്ക് PE sin theta എന്ന് പറയാം. Remember that it is a vector quantity. അപ്പൊ ഒരു യൂണിറ്റ് വെക്ടർ കൂടി എഴുതാം അതിന്റെ കൂടെ to show that it is a vector. Now ടോർക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന മറ്റൊരു ടേം ആണ് വർക്ക് ഡൺ. ബിക്കോസ് വി നോ ദാറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ടോ ഡോട്ട് ഡി തീറ്റ അല്ലെ. എഫ് ഡോട്ട് എസ് എന്ന് പറയുന്ന പോലെ ടോ ഡോട്ട് ഡി തീറ്റയാണ്. Therefore to find the total work done we will be integrating tau dot d theta from theta 1 to theta 2 and upon integration നമുക്ക് ഇങ്ങനെ കിട്ടും work done is equal to PE cos theta 1 minus cos theta 2. Okay, അപ്പോൾ നമുക്ക് work done കിട്ടി. work done എന്താണ്? PE cos theta 1 minus cos theta 2. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ എടുക്കാം. if theta 1 is equal to 90 degree and theta 2 is equal to theta, then we can write the potential energy U is equal to PE cos 90. cos theta 1 എന്താ 90 അല്ലേ. cos 90 എന്താ? cos 90 0, theta 2 അപ്പോൾ minus cos theta, or this is equal to minus P dot E. So we are also getting an expression for the potential energy there. അപ്പൊ ഈ എക്സ്പ്രഷനിൽ നിന്ന് we can derive a condition for maximum potential energy, minimum potential energy. അതായത് സ്റ്റേബിൾ ഈക്വിലിബ്രിയം എപ്പോഴാണ്, അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം എപ്പോഴാണ് എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓൾറെഡി മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിന്റെ പാർട്ട് 1 വീഡിയോയിൽ. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദാറ്റ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. ദാറ്റ് പോയിന്റ് വിൽ ബി ക്ലിയർ ഫോർ യു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ടിപ്പിക്കൽ ഇക്വേഷൻസ് which have come in the examination. പരീക്ഷയ്ക്ക് വന്ന കുറച്ച് സ്ട്രേറ്റ് കണ്ടീഷൻസ് ആണ് ഞാൻ നിങ്ങളെ ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ലേൺ ഓൾ ദി ഇക്വേഷൻസ് ഐ ആം ഗോയിങ് ടു ഗിവ് യു റൈറ്റ് നൗ. ഓക്കെ, റൈറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. ആൻഡ് ഇക്വേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. And that is about something known as potential gradient. Now potential gradient എന്ന് പറഞ്ഞാൽ നമുക്ക് we can actually establish a relationship between the electric field and potential.
Electric field is actually equal to minus dV by dr ആണ്. Is equal to minus dV by dr. ഈ dV by dr നെ നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ നമുക്ക് 3 ഡയറക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആക്ച്വലി ഈ എക്സ് ആണെങ്കിൽ ഡോ ബൈ ഡോ വി എക്സ് ബൈ ഡോ എക്സ്. വി എക്സ് എന്നതിന് ആവശ്യമില്ല, വി എന്ന് എഴുതിയാൽ മതി. ഫൈൻ. ഓർ ഈ y ആണെങ്കിലോ മൈനസ് ഡോ വി ബൈ ഡോ y. ഈ z ആണെങ്കിലോ മൈനസ് ഡോ വി ബൈ ഡോ z. റൈറ്റ്? ഓക്കെ, പൊട്ടൻഷ്യൽ ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റെ ഫോമിൽ ഈ നമുക്ക് കണ്ടുപിടിക്കാം ഇഫ് വി നോ ദ വാല്യൂ ഓഫ് വി. അപ്പൊ നമ്മൾ ഇത്രയും മുമ്പ് പഠിച്ച ഇക്വേഷൻസിൽ ഞാൻ കുറെ കണ്ടീഷൻസ് പറഞ്ഞിരുന്നല്ലോ. ഫോർ എ സോളിഡ് സ്പിയർ, ഹോളോ സ്പിയർ, റിംഗിന്റെ എല്ലാം അവിടെ എല്ലാം ഇലക്ട്രിക് ഫീൽഡ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദി അതർ ക്വാണ്ടിറ്റി. അപ്പൊ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഓർത്ത് വയ്ക്കുക, ആവശ്യം വരും. ഈവൻ ഇൻ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഒരു നല്ല ഒരു ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ യു വിൽ ഹാവ് ടു ഇൻകോർപ്പറേറ്റ് ദിസ് കൺസെപ്റ്റ് ഓൾസോ ദെയർ. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്നും എഴുതാറുണ്ട് ഇൻ ജനറൽ മാഗ്നിറ്റ്യൂഡ് വൈസ്. ഓക്കെ, ഡി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണത്. സോ ഡു റിമെമ്പർ ദാറ്റ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയത് അബൌട്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. ഇക്വിപൊട്ടൻഷ്യൽ എന്ന വാക്കിൽ തന്നെയുണ്ട് അതെന്താണെന്ന് അല്ലെ. Equipotential surface എന്ന് പറഞ്ഞാൽ it is an imaginary surface we obtain by joining the points with the same potential. Okay, അത് ഈ equipotential surface എപ്പോഴും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് will always be perpendicular to that. അപ്പൊ ഇതാണ് equipotential and surface എങ്കിൽ electric field will be perpendicular to that. Okay, now ഇത് potential V1 ആണ്, ഇത് potential V2 ആണെങ്കിൽ there has to be a work done, there must be a work done to move from one equipotential surface to the other, and work done is Q into V2 minus V1. Work done is equal to Q into V2 minus V1. അത് ഓർത്ത് വയ്ക്കുക. But to move in a particular surface അവൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു equipotential surfaceൽ എവിടെ മൂവ് ചെയ്യണമെങ്കിലും there need not be any work done. Okay, equipotential due to a point charge എന്തായിരിക്കും? spherical ആയിരിക്കും. And also please remember that for a line charge the equipotential surface will be cylindrical. Okay, but cylindrical ആയതിനു ചുറ്റും ഇഷ്ടംപോലെ cylinders, concentric cylinders പോലെ ആയിരിക്കും equipotential surface around a line charge. Okay, so I hope you have understood that. Okay, and one more point there, that is about Gauss's law. Gauss's law എന്ന് പറഞ്ഞാൽ what it says is that it says something about the flux. And what it says is that according to Gauss's theorem, the flux phi is equal to the flux phi. Flux എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു, phi is equal to E dot ds എന്നല്ലേ. Flux phi is equal to 1 by epsilon 0 times the charge enclosed by the surface. എന്താണ് flux? 1 by epsilon 0 times the charge enclosed by the surface. That is what is flux according to Gauss's theorem. Okay, അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു ക്യൂബ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ക്യൂബിന്റെ ഒരു കോർണറിൽ വി ആർ ഹാവിംഗ് എ ചാർജ്. ക്യൂബിന്റെ ഒരു കോർണറിൽ ഈ കോർണറിലിരിക്കുന്ന ചാർജിനെ എൻക്ലോസ് ചെയ്യാൻ എത്ര ക്യൂബ് വേണം ചുറ്റും? ആ സെയിം ലെവലിൽ തന്നെ ഒരു 4 ക്യൂബ്, അതുപോലെ മുകളിലും വേണം ഒരു 4 ക്യൂബ്. which means total 8 ക്യൂബ് വേണം ഈ ചാർജിനെ എൻക്ലോസ് ചെയ്യാൻ. or we can say that the flux corresponding to that is equal to Q by 8 epsilon 0. മനസ്സിലായോ? അതേസമയം ഈ ഒരു സൈഡിലാണ് ചാർജ് എങ്കിലോ ഒരു ക്യൂബും കൂടി ഉണ്ടെങ്കിൽ അതിനെ എൻക്ലോസ് ചെയ്യാം. അപ്പൊ 2 ക്യൂബ് മതി. അപ്പൊ നമുക്ക് എഴുതാം Q by 2 epsilon 0 എന്ന്. So I hope the condition is clear. Okay, ഇതിന്റെ questions പറയുമ്പോൾ that condition will be more better clear for you. Okay, so let's move on to that special equations and just for you. All right, so let's move on to some very important applications which have appeared in many previous entrance examination. Okay, so we're going to see the applications one by one, and the first application is that of a simple pendulum. In case of a simple pendulum, we know that the time period is already 2 pi root of L by G, right? Now, in this situation, I'm going to apply an electric field. I have analyzed 3 situations here. In the first situation, I'm applying an electric field in a horizontal direction. In the second situation, I'm applying an electric field in the downward direction. And മൂന്നാമത്തെ situation, I'm applying an electric field in the upward direction. അപ്പോൾ 3 situations ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ situationൽ time electric field is like this. ഇവിടുത്തെ time period is obtained like this. Time period 2 pi
into root of L by G square plus QE by M the whole square the whole raised to 1 by 2. അപ്പോൾ ഇവിടെ നെറ്റ് ആക്സിലറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡിനോമിനേറ്റർ വരുന്ന ടേം ആണ് അതിന്റെ നെറ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡിറൈവ് ചെയ്യുന്ന മെത്തേഡിലൊന്നും നിങ്ങൾ ഓർക്കണ്ട, നിങ്ങളെ ഫൈനൽ എക്സ്പ്രഷൻ ഓർത്താൽ മതി. ഇൻ കേസ് മെത്തേഡ് വേണമെങ്കിൽ അവിടെ ന്യൂട്ടൺസ് ലോയിൽ നമ്മൾ പഠിക്കുന്ന കണ്ടീഷൻ യൂസ് ചെയ്താൽ മതി. ഇവിടെ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, താഴത്തേക്ക് ഒരു mg ആക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അപ്പൊ F is equal to QE ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങോട്ടൊരു F is equal to mg sin theta കമ്പോണന്റ് ഉണ്ടാവും. അങ്ങനെ എല്ലാ ഫോഴ്സസും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ഇക്വേഷൻ. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ്, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് നേരെ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നു. ഇറ്റ് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. If the electric field is acting downwards, then we can say that the time period T2 is equal to 2 pi root of L by G plus QE by L. Okay, അപ്പൊ അത് ഓർത്ത് വെക്കുക താഴത്തേക്കാണെങ്കിൽ. അപ്പൊ ഇവിടെ ടൈം പീരീഡ് T2 എന്ന് പറയുന്നത് ലെസ് ദാൻ T ആണ്. അപ്പൊ ഇവിടെയും അതുപോലെ ടൈം പീരീഡ് T1 is actually less than T. ഒറിജിനൽ ടൈം പീരീഡിനേക്കാളും ചെറുതാണ് ഈ രണ്ട് കേസിലുമുള്ള ടൈം പീരീഡ്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താ? ഇലക്ട്രിക് ഫീൽഡ് നേരെ മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 pi root of L by G minus QE by M. അപ്പൊ T3 is greater than T ആണ് അവിടെ. അപ്പൊ മറ്റു രണ്ട് കേസ് പോലെയല്ല, ഇവിടെ ടൈം പീരീഡ് is actually greater than the original time period 2 pi root of L by G. Clear? അപ്പൊ ഇത് പ്രീവിയസ്ലി 1-2 വട്ടം വന്നിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. So make sure that you by heart all the 3 equations. Okay, I literally mean it. You should by heart 3 equations. Okay, so now let's move on to the next application, and application number 2. And the application number 2 is a charge circular ring. നമ്മുടെ കയ്യിൽ ഒരു ചാർജ് സർക്കുലർ റിംഗ് ഉണ്ട്. ഒരു ചാർജ് -q ആണ് കേട്ടോ ആ ചാർജ്, and placing in a distance of x away from the center. ഇതും again ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ദിസ് ചാർജ് വിൽ ബി എക്സിക്യൂട്ടിംഗ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 pi root of 4 pi epsilon 0 m r cube. m എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജിന്റെ മാസ് ആണ് m എന്ന് പറയുന്നത്. m r cube, r is the radius of the ring, divided by q into small q. q റിംഗിന്റെ ചാർജ്, small q ആരുടെയാ മൈനസ് q, ഇത് ഇവന്റെ ചാർജ്. ഓക്കെ, നൗ അതാണ് ആപ്ലിക്കേഷൻ നമ്പർ 2, ചാർജ് സർക്കുലർ റിംഗിന്റെ. അടുത്ത കേസും ഒരു 2-3 വട്ടം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. കോൺസെൻട്രിക് ഷെൽസ്. രണ്ട് കേസസ് ആണ് ഇവിടെ എടുക്കുന്നത്. ഫസ്റ്റ് കേസില് നമുക്ക് ഈ ഫിഗറിൽ നിന്നൊരു കാര്യം ക്ലിയർ ആണ്. ഇന്നർ ഷെല്ലിന്റെ റേഡിയസ് R1, ഔട്ടർ ഷെല്ലിന്റെ റേഡിയസ് R2 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കേസില് ഔട്ടർ ഷെല്ല് നമ്മൾ എർത്ത് ചെയ്തു. അപ്പൊ അകത്തെ ചാർജ് Q ആണ്, ഈ ഷെല്ലിന്റെ ചാർജ് Q' ആണ്, നമുക്ക് അറിയത്തില്ല. അപ്പൊ V2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ് ഓഫ് ദി ഔട്ടർ ഷെൽ V2. ഓക്കെ, അപ്പൊ ഔട്ടർ ഷെല്ലിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ 0 ആണ്, നമ്മൾ എർത്ത് ചെയ്യുവാണ് കണ്ടീഷൻ വരുന്നത്. അപ്പൊ ഔട്ടർ ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആയിരിക്കും. അതുപോലെ Q' എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. ഔട്ടർ ഷെല്ല് പൊട്ടൻഷ്യൽ 0 എന്ന കണ്ടീഷൻ യൂസ് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Q' എന്ന് പറയുന്നത് -q എന്ന് കിട്ടും. ഓക്കെ, ഓർത്ത് വെക്കണേ. അതുപോലെ V1 ഇന്നർ ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി q by 4 pi epsilon 0 1 by r1 minus 1 by r2. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇന്നർ ഷെല്ലാണ് ഞാൻ എർത്ത് ചെയ്തത്. എന്താണ്? ഇന്നർ ഷെല്ലാണ് ഞാൻ എർത്ത് ചെയ്തത്. അപ്പൊ ഇന്നർ ഷെല്ല് എർത്ത് ചെയ്തപ്പോ എന്താണ് കണ്ടീഷൻ? ഇവിടെ ഔട്ടർ ഷെല്ലിന് +q ചാർജും അകത്തുള്ളതിന് Q' അറിയത്തില്ല. അപ്പൊ V1 is equal to 0. ഇന്നർ ഷെല്ല് നമ്മൾ എർത്ത് ചെയ്താൽ ഇന്നർ ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്തായി? 0 ആയി. V1 is the potential of the inner shell. ഇനി അതുപോലെ Q' is equal to -r1 by r2 into q എന്ന് കിട്ടും. ഈ കണ്ടീഷനിൽ കിട്ടുന്ന റിസൾട്ട് ആണത്. Okay, and V2, the potential at the surface of the outer shell, will be q by 4 pi epsilon 0 into r2 1 minus r1 by r2. Okay, അപ്പൊ ഇതൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് ഒരു ഡീറ്റെയിൽ അനാലിസിസ് ഒക്കെ പറയുമ്പോൾ, ഡീറ്റെയിൽഡ് ചാപ്റ്റേഴ്സ് ഒക്കെ പറയുമ്പോൾ ഐ വിൽ ടീച്ചിങ് യു ദാറ്റ്. അപ്പൊ റൈറ്റ് നൗ ഫോർ ദി എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ സ്ട്രിക്ട്ലി ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. You will be able to make the question right. Okay, so we are moving on to the next one, and that is the fourth application of it. Now moving on to application number 4, neutral point and zero potential conditions ആണ് പറയുന്നത്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന മൊത്തം ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ എക്സാമിന് ഇറ്റ് വിൽ ബി പ്രിഫറബിൾ ടു യൂസ് ദീസ് ഷോർട്ട് കട്ട് ഇക്വേഷൻ. സോ വാട്ട് ഇസ് ദ ഷോർട്ട് കട്ട് ഇക്വേഷൻ ടു ഡിറ്റർമിൻ വാട്ട് ഇസ് ദ ന്യൂട്രൽ പോയിന്റ് when two charges q1 and q2 is placed at a distance x apart?
The condition is x1 is equal to x by root of q2 by q1 plus 1. പക്ഷേ ഈ കണ്ടീഷനിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് രണ്ട് കേസസ് ഇവിടെ വരും. ഒന്ന്, ഈ രണ്ട് ചാർജസും ലൈക്ക് ചാർജസ് ആണെങ്കിൽ, അതുപോലെ അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ. ലൈക്ക് ചാർജസ് ആണെങ്കിൽ നമ്മുടെ ന്യൂട്രൽ പോയിന്റ് വിൽ ബി ഇൻസൈഡ് ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. ഇവിടെയാണ് വരാൻ പോകുന്നത്. ആൻഡ് ദ കണ്ടീഷൻ ഇസ് എക്സ് ബൈ റൂട്ട് ഓഫ് q2 by q1 plus 1. അപ്പൊ x1 ആണ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. x1 അറിയാമെങ്കിൽ നമുക്ക് x2 കണ്ടുപിടിക്കാം. ഇനി അതുപോലെ അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ന്യൂട്രൽ പോയിന്റ് വിൽ ബി കമ്മിങ് ഔട്ട്സൈഡ്. പുറത്താണ് നമ്മുടെ ന്യൂട്രൽ പോയിന്റ് വരുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഞാൻ L എന്ന് എടുത്തു. And L is equal to x by root of q2 by q1 minus 1. So remember these shortcut equations and this will help you in scoring good marks in the exam. Okay? ഇനി അടുത്തത് സീറോ പൊട്ടൻഷ്യൽ. സീറോ പൊട്ടൻഷ്യലും രണ്ട് കേസ് ഉണ്ട്, ലൈക്കിന്റെയും അൺലൈക്കിന്റെയും. Now, ലൈക്ക് ചാർജസ് ആണ് ഇരിക്കുന്നതെങ്കിൽ അവരുടെ ലൈൻ ജോയിനിങ് തമ്മിൽ ഒരൊറ്റ പോയിന്റിൽ പോലും അവിടെ പൊട്ടൻഷ്യൽ സീറോ ആവില്ല. കാരണം സ്കേലാർ ആണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെ? ഇറ്റ് ഓൾവേസ് ഗെറ്റ്സ് ആഡഡ് അപ്പ്. ഒരിക്കലും അവിടെ എന്താവില്ല, സീറോ ആകില്ല. ഇനി അൺലൈക്ക് ആണെങ്കിൽ, രണ്ട് ചാർജസും അൺലൈക്ക് ആണെങ്കിൽ രണ്ട് പോയിന്റ്സ് ഉണ്ട് അവിടെ. ബിറ്റ്വീൻ ദ ലൈൻസ് ജോയിനിങ് ദം ഒരു പോയിന്റ് ഉണ്ടാവും പൊട്ടൻഷ്യൽ സീറോ ആകാൻ പറ്റുന്നത്. അതുപോലെ ഔട്ട്സൈഡ് ദ ലൈൻ ജോയിനിങ് ദം ഒരു പോയിന്റ് ഉണ്ടാവും പൊട്ടൻഷ്യൽ സീറോ ആവുന്നത്. Now within the line joining q1 and q2 ആണെങ്കിൽ x1 is equal to, ഡിസ്റ്റൻസ് ആണ് പറയുന്നത്, x1 is equal to x by q2 by q1 plus 1 ആണ്. അതേസമയം പുറത്തുള്ള ഒരു പോയിന്റിലാണെങ്കിൽ x1 is equal to x by q2 by q1 minus 1 ആണ്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ കൊളീനിയർ ചാർജസ് ആണെങ്കിൽ, കൊളീനിയർ ചാർജസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ലൈനിലുള്ള മൂന്ന് ചാർജ്. അപ്പൊ ആദ്യം ഒരു q1 ഉണ്ടാവും, q2 ഉണ്ടാവും. ക്വസ്റ്റൻ ഇങ്ങനെയാ വരുന്നത്, where should be place a third charge such that the system is in equilibrium? Net force 0 ആണ്, system is in equilibrium. അപ്പൊ സിസ്റ്റം ഈക്വിലിബ്രിയത്തിലാകാൻ മൂന്നാമത്തെ ചാർജ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ട പൊസിഷൻ x1 from q1 ആണ്, or x2 from q2 ആണ്. ഈ x1 നെയും x2 നെയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഐ എം ഗിവിംഗ് യു. q1 by q2 will be equal to x1 by x2 the whole square. q1 by q2 will be equal to x1 by x2 the whole square. Clear? Alright. Now one more application that we have to learn about is about a soap bubble. അടുത്തതായിട്ട് soap bubble. അപ്പൊ ആപ്ലിക്കേഷൻ നമ്പർ എത്രയാണ്? 5 അല്ലെ? soap bubble. soap bubble എടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി സർഫസ് ടെൻഷനിൽ പറഞ്ഞിരുന്നു. അവിടെ ഒരു എക്സസ് പ്രഷർ വരും സോപ്പ് ബബിളിൽ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ദാറ്റ് ഷേപ്പ്, ഇന്റഗ്രിറ്റി ഓഫ് ദ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സോപ്പ് ബബിളിന്റെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഹാസ് എ ചാർജ് ഓൺ ദ സർഫസ്, ഒരു സർഫസ് ചാർജ് സിഗ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് വിൽ ബി 4t by r minus sigma square by 2 epsilon 0. 4t by r minus sigma square by 2 epsilon 0. Okay. Now, excess pressure 0 ആണെന്ന് വിചാരിച്ചു, അതായത് P inside is equal to P outside. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ഇങ്ങനെ എഴുതാം, excess pressure 0 ആണെങ്കിൽ 4t by r will be equal to sigma square by 2 epsilon 0 അല്ലെ, or T is equal to sigma square r by 8 epsilon 0. അപ്പൊ ഈ ഒരു റിലേഷനിൽ നിന്ന് സിഗ്മ കണ്ടുപിടിക്കാം, r കണ്ടുപിടിക്കാം, T കണ്ടുപിടിക്കാം, if the other terms are known. ആൻഡ് സിഗ്മ നിങ്ങൾ ഓർക്കണം, സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? Q by A, സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പൊ വേണമെങ്കിൽ ചാർജും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ Q പറയാമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡോ പൊട്ടൻഷ്യലോ കണ്ടുപിടിക്കാം, യൂട്ടിലൈസിംഗ് ദി കണ്ടീഷൻ ഫോർ എ ഹോളോ സ്പെരിക്കൽ ഷെൽ. മനസ്സിലായോ? സോപ്പ് ബബിൾ ആണ് അടുത്ത അവർ ആപ്ലിക്കേഷൻ. ആൻഡ് അഗെയിൻ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഈ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ വിട്ടുകളയരുത്. ആൻഡ് വൺ മോർ തിങ്, നമ്മള് ഹൊറിസോണ്ടലി ലോഞ്ച് പ്രൊജക്ടൈൽസിന്റെ കാര്യം പഠിക്കാറുണ്ട് അല്ലെ? ഈ ഹൊറിസോണ്ടലി ലോഞ്ച് പ്രൊജക്ടൈൽസ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഒരു ഹൊറിസോണ്ടലി പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്യുമ്പോൾ അവന്റെ റേഞ്ച് പഠിക്കുന്നുണ്ട്, അവന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എല്ലാം പഠിക്കുന്നുണ്ട്. ആ കണ്ടീഷൻസിലും നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അപ്ലൈ ചെയ്യേണ്ടി വരാം. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ചാർജ് പാർട്ടിക്കിൾ സെൻട്രിങ് ആൻഡ് പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ആക്ച്വലി ടെൻഡ് ടു മൂവ് ലൈക്ക് എ ഹൊറിസോണ്ടലി ലോഞ്ച് പ്രൊജക്ടൈൽ. എങ്ങനെ പോകും? ലൈക്ക് എ ഹൊറിസോണ്ടലി ലോഞ്ച് പ്രൊജക്ടൈൽ. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ താഴത്തേക്ക് പോകാം, whatever it is, ഡയറക്ഷൻ അനുസരിച്ച്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അനുസരിച്ച്. അപ്പൊ ഹൊറിസോണ്ടലി ലോഞ്ച് പ്രൊജക്ടൈൽ ഇക്വേഷൻസ് നമ്മുടെ ട്രാജക്ടറി ഇക്വേഷൻ പറയുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക കേട്ടോ. അപ്പൊ ഹാഫ് g x² by u² എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ ജീന് പകരം ഇവിടെ വ്യത്യാസം വരും.
Acceleration will be QE by M over here. ആ ഒരു ചേഞ്ച് മാത്രം ഇൻകോപ്പറേറ്റ് ചെയ്ത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓസിലേഷൻസ് ലിങ്ക് ചെയ്ത് വരാം, ലോസ് ഓഫ് മോഷൻ ലിങ്ക് ചെയ്ത് വരാം, പ്രൊജക്ടൈൽസ് ലിങ്ക് ചെയ്ത് വരാം, വർക്ക് എനർജി പവർ ലിങ്ക് ആയിട്ട് വരാം, റൊട്ടേഷണൽ മോഷൻ ലിങ്ക് ആയിട്ട് വരാം, മാഗ്നറ്റിക് എഫക്ട്സ് ലിങ്ക് ആയിട്ട് വരാം. സോ വിച്ച് മീൻസ് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. Electric charges and field is very important. അപ്പോൾ നന്നായി പഠിക്കുക, ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ വീണ്ടും വീണ്ടും പഠിക്കുക, and make sure you practice, you revise to ensure that you don't forget it. Okay, so till we meet with the next chapter, thank you.